നമസ്കാരം, എല്ലാവർക്കും മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുകളിലും ഒരുപാട് കപടശാസ്ത്രങ്ങളുണ്ട്. ഉദാഹരണത്തിന് ജ്യോതിഷം, കൈനോട്ടം, മഷിനോട്ടം, ദൈവശാസ്ത്രം അഥവാ തിയോളജി, ഹോമിയോപ്പതി, വാസ്തുശാസ്ത്രം, പ്രകൃതി ചികിത്സ അഥവാ നാച്ചുറോപ്പതി, ഇങ്ങനെ തുടങ്ങി കുറേ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ചുറ്റുപാടിൽ പല രീതിയിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഏതാണ് ശാസ്ത്രമെന്നും ഏതാണ് കപടശാസ്ത്രമെന്നും തരംതിരിച്ച് മനസ്സിലാക്കുന്നതിൽ നമ്മളിൽ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോയിൽ കപടശാസ്ത്രം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്രം എന്ന പേരിൽ വിശ്വസിക്കപ്പെടുകയോ പ്രചരിക്കപ്പെടുകയോ ചെയ്യുന്ന വിശ്വാസങ്ങളോ സമ്പ്രദായങ്ങളോ അവകാശവാദങ്ങളോ ആണ് കപടശാസ്ത്രം അഥവാ സ്യൂഡോ സയൻസ് എന്ന് സാമാന്യ വിശേഷിക്കപ്പെടുന്നത്. ഇതിന് ഉപോത്ബലകമായ തെളിവുകളോ വിശ്വാസ്യതയോ ഉണ്ടാവുകയില്ല. ഇവ പലപ്പോഴും അംഗീകൃതമായ അടിസ്ഥാന ശാസ്ത്ര സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തതും ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ പരീക്ഷിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുമായിരിക്കും. അവ്യക്തവും പരസ്പര വിരുദ്ധവുമായ ആശയങ്ങൾ വ്യക്തി അനുഭവങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതും പരീക്ഷണങ്ങളിലൂടെ ആവർത്തിക്കാൻ ശേഷിയില്ലാത്തതുമായ അവകാശവാദങ്ങൾ, വിദഗ്ധ പരിശോധനയോട് തുറന്ന സമീപനം കാണിക്കുന്നതിനുള്ള വൈമുഖം എന്നിവയാണ് കപടശാസ്ത്രങ്ങളുടെ പൊതുവായ സ്വഭാവങ്ങൾ. പൊതുജനത്തിന് ശാസ്ത്രീയ വിഷയങ്ങളിലുള്ള അറിവില്ലായ്മയോ പരിമിതമായോ അവ്യക്തമായോ ഉള്ള അറിവോ ഒക്കെ മുതലെടുത്ത് സാമ്പത്തിക ചൂഷണത്തിനും പ്രശസ്തിക്കും ആൾബലം ഉണ്ടാക്കുന്നതിനുമൊക്കെയുള്ള വിദഗ്ധമായ ഒരു ഉപാധി എന്ന നിലയിലാണ് പല കപടശാസ്ത്ര ശാഖകളും നിലനിൽക്കുന്നത്. കപടശാസ്ത്രത്തിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. കപടശാസ്ത്രങ്ങളെ തിരിച്ചറിയുവാൻ പൊതുവെ ശാസ്ത്രീയ രീതിശാസ്ത്രത്തിനെയാണ് ഉപയോഗിക്കാറുള്ളത്. രീതിശാസ്ത്രങ്ങൾ അവ പ്രയോഗിക്കപ്പെടുന്ന ശാസ്ത്രശാഖയ്ക്കനുസരിച്ച് മാറാറുണ്ട് എങ്കിലും പരക്കെ അംഗീകരിക്കപ്പെട്ട ചില അടിസ്ഥാന സത്യങ്ങൾ സാമാന്യമായി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കാറുണ്ട്. അവകാശപ്പെടുന്ന ഫലങ്ങൾ എല്ലാവർക്കും സ്വയം ബോധ്യപ്പെടുന്ന വിധത്തിലുള്ളതാണോ എന്ന് പരീക്ഷിക്കുകയാണ് മറ്റൊരു രീതി. സമാനമായ സാഹചര്യത്തിൽ ഇതേ ഫലം കൃത്യമായി പുനഃസൃഷ്ടിക്കാനും അംഗീകൃത ശാസ്ത്ര സിദ്ധാന്തങ്ങളിലൂടെയോ അവയുടെ സമ്മിശ്രണങ്ങളിലൂടെയോ ആ ഫലം വിശദീകരിക്കാൻ കഴിയുമോ എന്ന് പരീക്ഷിക്കലാണ് മറ്റൊന്ന്. തെറ്റാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ് മറ്റൊരു മാർഗം. ജർമ്മൻകാരനായ കാൾ പോപ്പർ ആണ് ശാസ്ത്രത്തെയും കപടശാസ്ത്രത്തെയും വേർതിരിച്ചറിയാൻ ഈ രീതി മുന്നോട്ട് വച്ചത്. ഉദാഹരണത്തിന്, മോഹൻലാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനാണ് എന്ന പ്രസ്താവന ശരിയെന്നോ തെറ്റെന്നോ തെളിയിക്കാൻ കഴിയാത്തതാണ്. എന്നതിനാൽ ഇത് ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒന്നല്ല. അവ്യക്തവും പർവ്വതീകരിക്കപ്പെട്ടതുമായ ഭാഷാപ്രയോഗങ്ങളും അംഗീകൃത ശാസ്ത്രങ്ങളിലെ സാങ്കേതിക പദങ്ങളുടെ ദുരൂഹമായ മിശ്രണങ്ങളുമാണ് കപടശാസ്ത്രങ്ങളുടെ മറ്റൊരു പ്രകടമായ ലക്ഷണം. ഉദാഹരണത്തിന്, ഭൂമിയിലെ ജൈവിക ഊർജത്തിൻ്റെ വിധാനം കാരണം കാന്തിക ബലരേഖകൾക്ക് മാറ്റം വരുത്തുകയും ന്യൂട്രോൺ കണങ്ങളെ ഉത്തരധ്രുവത്തിൽ നിന്നും ഭൂവൽക്ക ശിലകളിലൂടെ മധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് നീക്കുകയും ചെയ്യുന്നു എന്ന പ്രസ്താവന അടിസ്ഥാന ശാസ്ത്രം അറിയാത്തവർക്ക് വളരെ ആധികാരികമായ ഒന്നായി തോന്നിയേക്കാം. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക പദങ്ങളാണ് അതിന് കാരണം. എന്നാൽ ഇത്തരം പ്രസ്താവനകൾ പലപ്പോഴും പൊതുഭാഷയിൽ വെളുത്ത മഴ അല്ലെങ്കിൽ നമ്മൾ നീളം കൂടിയ ജലദോഷം എന്നൊക്കെ പറയുന്നത് പോലെ തീർത്തും അബദ്ധ പ്രസ്താവനയാണ്. സാധാരണക്കാരായ മനുഷ്യരുടെ അറിവില്ലായ്മയും ബുദ്ധിമുട്ടുകളെയും മുതലെടുത്ത് ശാസ്ത്രമാണ് എന്ന് തോന്നുന്ന രീതിയിൽ കുറച്ച് സങ്കീർണമായ പദപ്രയോഗങ്ങളും മറ്റും ഉപയോഗിച്ച് കാര്യങ്ങളെ വിശദീകരിക്കുകയും മുതലെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് കപടശാസ്ത്രങ്ങളിൽ പൊതുവായുള്ളത്. എല്ലാ മനുഷ്യരും പൂർണ്ണമായ ആളുകളല്ല. വ്യത്യസ്ത സാഹചര്യങ്ങൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും എല്ലാ അറിവുകളും സ്വായത്തമാക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതൊരു കുറ്റമായി കാണേണ്ട കാര്യവുമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.